ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈക്കോട്ടെ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് കോഴിക്കോട് ലുലു മാളാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലേക്ക് കിടക്കാം. ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ സ്നിക്കേഴ്സ് പോലത്തെ വലിയ വലിയ ചോക്ലേറ്റ് കമ്പനികളുടെ ഒക്കെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. മാത്രമല്ല താഴെ തന്നെ കുറേ ചോക്ലേറ്റുകൾ ഓഫറിൽ വിൽക്കുന്നുണ്ടായിരുന്നു. താഴത്തെ കാഴ്ചകളൊക്കെ പതുക്കെ കണ്ട് ഞങ്ങൾ മേലോട്ട് നീങ്ങിയപ്പോൾ എല്ലാ ചുമരിലൊക്കെയുള്ള ഡിസ്പ്ലേയിലും ഓരോരോ ചോക്ലേറ്റിൻ്റെ പരസ്യങ്ങളും വേറെ കുറേ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ ആയിരുന്നു. മേലെയാണെങ്കിൽ കുറച്ച് ഭാഗം ഗ്ലാസ് കൊണ്ട് ഇട്ടതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം അകത്തേക്ക് വരുന്നുണ്ട്. ഇവിടെ ടോട്ടലി 3 ഫ്ലോറുകളാണ് വരുന്നത്. നമ്മൾ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴാണ് ഞാൻ കാഴ്ച കണ്ടത്. ഇവിടെ ലുലുവിൻ്റെ ഗ്രേറ്റ് ഫാഷൻ സ്റ്റോർ ഉണ്ട്. അതിനകത്ത് ഈ ട്രെൻഡിങ് ആയിട്ടുള്ള ഫാഷൻസിൻ്റെ ഒക്കെ എല്ലാ കളക്ഷൻസും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ പോയിട്ട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ മുകളിലുള്ള ഫ്ലോറിലേക്ക് എത്തി. ഇവിടെ ഞങ്ങൾ സൈഡിൽ കുറച്ച് പാവകളുടെ കട കണ്ടു, പിന്നെ കുറേ തുണിക്കടകളും കണ്ടു. താഴോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റേ ചോക്ലേറ്റിൻ്റെ ഫംഗ്ഷനിൽ ഓഫറിൽ വിൽക്കുന്ന സ്ഥലം കാണാൻ പറ്റും. ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഭാഗം ലുലു ഹൈപ്പർ മാർക്കറ്റും ഫൺട്യൂറയും പിന്നെ ചോക്ലേറ്റിൻ്റെ ഭാഗമായിരുന്നു. കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റ് കണ്ടു. ഇതാണെങ്കിൽ കംപ്ലീറ്റ് ഏഷ്യൻ റെസ്റ്റോറൻ്റ് ആണ്. അതായത് ഏഷ്യൻ കോണ്ടിനെൻറ്റിലുള്ള എല്ലാ ഫുഡ്സും കിട്ടുമെന്നാണ് ഇവർ പറയുന്നത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ ഒരു ആൻറ്റിയുടെ വീട് കോഴിക്കോടുണ്ടായിരുന്നു. അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയതുകൊണ്ട് ഞങ്ങൾ ഇവിടുത്തെ ഒരു ഇതിലും കയറിയില്ല. ഞങ്ങൾ അവസാനം അടുത്ത ഫ്ലോറിലേക്ക് എത്തി. ഇവിടെ ഞങ്ങൾ ഫൺട്യൂറ കണ്ടു. ഫൺട്യൂറയുടെ ഫ്രണ്ടിലായിട്ട് വേറൊരു സംഭവം കൂടി കണ്ടു. അത് ഇത്തിരി വെറൈറ്റി ആയിട്ടുള്ള സാധനമായിരുന്നു. അതായത് ഫോട്ടോ സ്റ്റുഡിയോ. അതെന്താണെന്ന് ഞാനത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിൻ്റെ സൈഡിലായിട്ട് നയാഗ്ര വാട്ടർഫാൾസ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള സ്കൈ ഫാൾസ് എന്ന് പറഞ്ഞൊരു പുതിയ പരിപാടി തുടങ്ങുന്നുണ്ട്. ഇതിനുള്ള ടിക്കറ്റൊക്കെ നമുക്ക് ഇവിടുന്ന് എടുക്കാവുന്നതാണ്. ഞങ്ങൾ പോയപ്പോൾ തുറന്നിട്ടുണ്ടായിരുന്നില്ല. സൈഡിലോട്ട് വരുമ്പോൾ ഫൺട്യൂറയ്ക്ക് അകത്തുള്ള ബമ്പർ കാറുകളുടെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ ബൂത്തിനെ പറ്റി കാട്ടിത്തരാം. ഇതാണ് ആ ഫോട്ടോ ബൂത്ത്. ഇത് കർട്ടനിട്ട് മറച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെ അകത്തേക്ക് കയറുമ്പോൾ അവിടെ ഒരു ചേട്ടൻ ഉണ്ടാവും. ആ ചേട്ടൻ പുറത്തേക്കൂടെ വന്നിട്ടുള്ള ആ സൈഡിലത്തെ ഡോറ് തുറന്നിട്ട് അതിനകത്ത് കയറിയിരിക്കും. നമ്മളിതിനകത്ത് കയറുമ്പോൾ ഒരു ബ്ലാക്ക് കർട്ടൻ ഉണ്ടാവും. ആ കർട്ടൻ്റെ ഫ്രണ്ടിൽ നമ്മൾ നിന്നിട്ട് ഒരു ബട്ടൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ടോട്ടൽ 8 ഫോട്ടോസ് എടുക്കും. ഈ ഫോട്ടോസൊക്കെ നമുക്ക് പുറത്തേക്കൂടെ മറ്റേ പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ സൈസിൽ കിട്ടുന്നതാണ്. ഫൺട്യൂറയ്ക്ക് അകത്തേക്ക് കയറുന്ന സമയത്താണ് ഇവിടെ സൈഡിലായിട്ട് സ്നാക്സ് ഒക്കെ വിൽക്കുന്നൊരു ഷോപ്പ് കണ്ടത്. അങ്ങനെ ഫൺട്യൂറയ്ക്ക് അകത്തേക്ക് പ്രവേശിക്കുകയാണ്. കാർഡ് വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നതുകൊണ്ട് വെറുതെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കയറിയത്.
ഇവിടെ കാർഡിന് 1000 രൂപയാണ് ചാർജ്. പിന്നെ നമ്മൾ പതുക്കെ പതുക്കെ റീചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഗെയിംസൊക്കെ കളിക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫണ്ടൂറയ്ക്ക് പുറത്തുള്ള കാഴ്ചകളാണ്. അപ്പം ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കയറിയത് ലുലു ഹൈപ്പർ മാർക്കറ്റിലായിരുന്നു. അവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. സ്കൂൾ റീ ഓപ്പണിങ് സമയമായതുകൊണ്ട് നല്ല വില കുറവിൽ തന്നെ അവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റി. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.